സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമാകുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ ജനകീയമാകുമ്പോഴാണ്. ആ പ്രവൃത്തിയുടെ ഗുണഫലം അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പോലും പലപ്പോഴും ജനങ്ങൾ അത് കണക്കാക്കാറില്ല. കാരണം അവരുടെ ആശ്വാസപ്പെടുത്തലിലും അതല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും ഇടപെടലുകളിലും എല്ലാം കണ്ട് വിശ്വസിച്ചാണ് ജനങ്ങൾ ഓരോ മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും അടക്കമുള്ളവരെ വിലയിരുത്തുന്നത്. വിശിഷ്യ സർക്കാരിനെ വിലയിരുത്തുന്നത് അവരുടെ മന്ത്രിമാരുടെ പ്രകടനങ്ങളും പെരുമാറ്റങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ അതിന് വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. പല ഘട്ടത്തിലും പല മന്ത്രിമാരും പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകാറില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ആർജവത്തോടു കൂടി ആ കാര്യം നടപ്പിലാക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ വലിയ കരഘോഷത്തോടെയാണ് പാർട്ടി അണികളായ ഈ പറയുന്ന വോട്ടർമാർ അത് സ്വീകരിക്കാറുള്ളത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള ചർച്ചകളും മറ്റും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആവശ്യം ഉയർന്നിരുന്നു. അത് CPM വിളിച്ചു ചേർത്ത പാർട്ടിതല യോഗങ്ങളിലാകട്ടെ, അവരുടെ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതുപോലെ തന്നെ ബഹുജന സംഗമങ്ങളിലാകട്ടെ, ഇതിലെല്ലാം വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെ കുറിച്ചെല്ലാം വലിയ തോതിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇതിനുശേഷം തെറ്റിദ്ധരുത്തലിൻ്റെ പാതയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ സംസ്ഥാന CPMന്റെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായി മുഖ്യമന്ത്രിയിൽ ശൈലിമാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം നമ്മൾ ഈ സമ്മേളനത്തിന് മുമ്പ് കണ്ട മുഖ്യമന്ത്രിയല്ല ഇപ്പോൾ കാണുന്നത്. മാധ്യമപ്രവർത്തകരോട് വരെ ചിരിക്കുന്ന മുഖമുള്ള ഒരു മുഖ്യമന്ത്രിയെ പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ PV അൻവർ ആരോപണങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ADGPയുമായി ചേർന്നുള്ള പല കാര്യങ്ങളുമായിട്ട് പോലീസ് നയത്തിൽ പോലും വലിയ തോതിലുള്ള മാറ്റം ഉള്ളിലൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഘട്ടത്തിലാണ് എപ്പോഴും ജനകീയനായ മന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പല അലിഗേഷൻസ് ഒക്കെ പറയുമെങ്കിലും അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് ഉയർത്തിക്കാണിക്കപ്പെടുന്ന ആ വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാറിൻ്റെ ഓരോ ഗതാഗത മേഖലയിലെ പരിഷ്കരണങ്ങളും വലിയ തോതിൽ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരുവിധ രാഷ്ട്രീയ വിരോധവുമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപ്പില്ലാതെ തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ നടന്നത്. അതായത് രാജ്യത്ത് തന്നെ ആദ്യമായി ആംബുലൻസുകളുടെ നിരക്കുകൾ, അതായത് അതിൻ്റെ വാടകയെ സംബന്ധിച്ച നിരക്കുകൾ ഏകീകരിച്ചുകൊണ്ടുള്ള സംസ്ഥാനം മുഴുവൻ ഏകീകരിച്ചുകൊണ്ടുള്ള ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനം വലിയ തോതിലാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തലത്തിലും ഓരോ മേഖലയിലുമുള്ള ആംബുലൻസുകൾ അല്ലെങ്കിൽ അവരുടെ ഉടമകൾ ഡ്രൈവർമാർ അവർക്ക് തോന്നുന്ന പൈസയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. ഒരു അപകടത്തിൽ ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം സഹായം തേടുന്നത് ആംബുലൻസിൻ്റെ സഹായമാണ് തേടുക. ആ ആംബുലൻസിൻ്റെ സഹായം തേടി നമ്മൾ എത്ര റിസ്ക് എടുത്താലും ആംബുലൻസിലൂടെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കും. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ പല ഘട്ടത്തിലും കയ്യിൽ പണമില്ലെങ്കിൽ പോലും ആംബുലൻസുകാരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെറിയ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ഈ രോഗിയുമായി ബന്ധപ്പെട്ടവർ, ഈ അപകടത്തിൽപ്പെട്ടവരെ നമ്മൾ കൊണ്ടുപോവുക. ഈ ഘട്ടത്തിലൊന്നും നമ്മളതിൻ്റെ വാടകയെക്കുറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ പോലും ചെയ്യാറില്ല. പല ഘട്ടത്തിലും വിദഗ്ധമായ ആശുപത്രിയിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് അദ്ദേഹത്തിന് കാര്യമായ തകരാറുകളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അരമണിക്കൂറിന് ശേഷം മടങ്ങിപ്പോകാം, ഇനി അതും അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം പോകാമെന്നുള്ള വിവരമൊക്കെ ആ സമയത്തായിരിക്കും ലഭിക്കുക. ഈ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ആംബുലൻസുകാരനോട് അന്നേരവും പണത്തെക്കുറിച്ച് സംസാരിക്കില്ല. അവിടെ നിന്ന് മടങ്ങിയ ശേഷം ആംബുലൻസ് ഉപയോഗിക്കുന്ന വ്യക്തിയോട് നമ്മൾ പല ഘട്ടത്തിലും ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളെ വലിയ തോതിൽ പാനിക്കാക്കുന്ന, വലിയ തോതിൽ വിഷമസന്ധിയിലാക്കുന്ന പല ഇടപെടലുകളും ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ പലരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 1000 രൂപ മാത്രം ശരാശരി ഒരു ടാക്സി വാഹനം ഓടിയെത്തുന്ന സ്ഥലത്ത് ഓടുന്ന ഒരു ആംബുലൻസ് ഉടമ അല്ലെങ്കിൽ ആ ഡ്രൈവർ ചിലപ്പോൾ ചോദിക്കുന്നത് 3000 രൂപയൊക്കെ ആയിരിക്കും. അതായത് 3 ഇരട്ടി തുകയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതിന് വില പേശാനോ ഇതിന് ബഹളമുണ്ടാക്കാനോ സാധിക്കാതെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആംബുലൻസുകളുടെ നിരക്കിനെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് യാതൊരുവിധ ധാരണയുമില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ ധാരണയില്ല, വിശേഷാൽ അതോറിറ്റികൾക്ക് പോലും ഇതിനെക്കുറിച്ച് ധാരണയില്ല. കാരണം ഈ സമയത്ത് നമ്മൾ എത്ര ബഹളം വെച്ചാലും ഇവർ അതിൽ കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ആംബുലൻസുകാരും അങ്ങനെയാണെന്നല്ല, ഒരു വലിയ
നല്ല വിഭാഗം ആളുകളുണ്ട്, സൗജന്യമായ ആശുപത്രി കൊണ്ടുപോകുന്നവരുണ്ട്, അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇത്തരം ചില സംഭവങ്ങളിൽ ഈ വാക്കേറ്റവും മറ്റ് കയ്യാങ്കളിയിലേക്കൊക്കെ ആംബുലൻസുകാരുമായിട്ടൊക്കെ ഉണ്ടാകുന്നത് നിരന്തരമായിട്ട് ഉയർന്നു വരുന്ന ഒരു സംഭവമാണ്. പല ഘട്ടത്തിലും പല മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എത്തിയ രോഗികളുമായി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളുമായി ആംബുലൻസ് ഉടമകൾ തർക്കിക്കുന്നതൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ഘട്ടത്തിലാണ് കൃത്യമായ ആ ഒരു നിരക്കുകളെ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ആംബുലൻസിന് 4500 രൂപയും ഏറ്റവും താഴെയിലുള്ള അല്ലെങ്കിൽ ബൊലേറോ പോലത്തെ, ഒമിനി പോലത്തെ, ഈക്കോ പോലത്തെ ചെറിയ നോൺ എ സി ആയ ആംബുലൻസുകൾക്ക് 600 രൂപ മാത്രമാണ് കൂലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉത്തരവ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ പറയുന്ന ബൊലേറോയിലോ ഒമിനിയിലോ ഈക്കോയിലോ നോൺ എ സി വാഹനത്തിൽ പോയാൽ പോലും ഇതേ തുക തന്നെ ഈടാക്കിയിരുന്നു. അതായത് ഈ പറയുന്ന ഡി ലെവൽ ഹൈ ആംബുലൻസിൻ്റെ അതേ തുക തന്നെ ഈടാക്കിയിരുന്നവരാണ്, അതേ തുക തന്നെയാണ് ഈ വാഹനത്തിനും പല ഘട്ടത്തിലും ഈടാക്കിയിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ മറ്റു രീതിയിൽ ഇത് ചെയ്യാനൊന്നും നമുക്ക് സാധിച്ചിരുന്നില്ല. ഈ പറയുന്ന ആ ഒരു പ്രഖ്യാപനം രാജ്യത്തെ തന്നെ ആദ്യത്തെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ചരിത്രപരമായ ഒരു തീരുമാനമാണ്, ഒരു പ്രഖ്യാപനമാണ് എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ എടുത്ത ഈ തീരുമാനത്തെ ഒരിക്കലും കൈയടിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കാൻ ആർക്ക് സാധിക്കുന്നു അവരാണ് ജനകീയനായ മന്ത്രിയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ആയി മാറുന്നത്. തികച്ചും പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനകീയ മുഖം കൂടുതൽ വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും വലിയ തോതിലുള്ള അമിതമായ ഒരു കൊള്ളയ്ക്കാണ് ഇവിടെ തിരശ്ശീല വീഴുന്നത്.